ഹലോ ലോയിറ്റെ, എത്ര പഠിച്ചിട്ടും ജർമ്മൻ ഷ്രൈബൻ എക്സാം പാസ്സായില്ലേ? എന്താണ് അതിനുള്ള കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉത്തരം സിമ്പിളാണ്. നമ്മുടെ നോളജ് അല്ല, റൈറ്റിംഗ് സ്ട്രാറ്റജിയാണ്. പലർക്കും അറിയാത്ത ചില സിമ്പിൾ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്താൽ ഷ്രൈബൻ എക്സാമിന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷ്രൈബൻ എക്സാമിന് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കോമൺ മിസ്റ്റേക്സ്, ഹൈ സ്കോറിംഗ് ആൻസേഴ്സ് എഴുതുന്നതിനുള്ള ടിപ്സ്, കൂടാതെ എന്താണ് എക്സാമിന് സ്റ്റുഡൻസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാണ്. ഡോണ്ട് റൈറ്റ് ബേസിക് സെന്റൻസസ്. B2 ലെവലിലെ എക്സാമിനേഴ്സ് സ്റ്റുഡൻസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതാണ് കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസസ്. സോ നമ്മളിവിടെ സിമ്പിൾ സെന്റൻസസ് എഴുതുമ്പോൾ അത് നമ്മുടെ ഐഡിയാസിന്റെ ഡെപ്ത് കുറയ്ക്കുകയും കൂടാതെ അതൊരു A2 അല്ലെങ്കിൽ അതൊരു A1 ലെവൽ പോലെ തോന്നിക്കുകയും ചെയ്യും. സോ നമ്മൾ സെന്റൻസ് എഴുതുമ്പോൾ അതിന്റെ റീസൺസ് അല്ലെങ്കിൽ റിസൾട്ട്, കോൺട്രാസ്റ്റ് ഇവയൊക്കെ ആഡ് ചെയ്തിട്ട് സെന്റൻസ് എഴുതാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. യൂസ്ഡ് അഡ്വാൻസ്ഡ് ഗ്രാമർ. ഷ്രൈബൻ എക്സാം എഴുതുമ്പോൾ അഡ്വാൻസ്ഡ് ഗ്രാമാറ്റിക് പോർഷൻസ് ആയ റിലാറ്റീവ് സെറ്റ്സ്, പാസീവ്, നോമൻ വിത്ത് ഫെർബിൻഡും, അതുപോലെ തന്നെ വെർബ് വിത്ത് പ്രെപ്പോസിക്സിയോൺ, സ്വൈറ്റൈലിക് കൊണക്റ്റോസ് ഇതൊക്കെ യൂസ് ചെയ്ത് എക്സാം എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇത് നമ്മുടെ മാർക്സിനെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഒരു B2 ലെവൽ അല്ലെങ്കിൽ ഒരു B1 ലെവൽ വൊക്കാബ്സ് അറിയാവുന്ന എക്സാമിനേഴ്സിന് മനസ്സിലാക്കി കൊടുക്കാനായിട്ടും സഹായിക്കും. ഫോളോ എ ക്ലിയർ സ്ട്രക്ചർ. നമുക്കറിയാം ഷ്രൈബൻ എക്സാമിന് 2 ടെയിലാണുള്ളത്, ഒരു ബ്ലോഗും ഒരു ഇമെയിലും. സോ ബ്ലോഗ് എഴുതാൻ നേരത്ത് ഒരു ക്ലിയർ പാറ്റേൺ ഫോളോ ചെയ്യുക. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ഒരു മൈനും, നമ്മുടെ സബ്പുങ്ക്റ്റിനുള്ള ആൻസേഴ്സ്, പിന്നെ കൺക്ലൂഷൻ, ഇങ്ങനെ ഫോളോ ചെയ്ത് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. കൂടാതെ നമ്മൾ എഴുതുന്ന ഓരോ സബ്പുങ്ക്റ്റും പാരഗ്രാഫ് ആയിട്ട് എഴുതുന്നത് നമ്മുടെ ഷ്രൈബൻ കുറച്ചുകൂടി നീറ്റായിട്ട് പ്രസന്റ് ചെയ്യാനായിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത് കൊടുക്കുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അടുത്തതാണ് വെർബ് പൊസിഷൻ, അതുപോലെ തന്നെ ക്യാപിറ്റലൈസേഷൻ. നമുക്കറിയാം ജർമ്മൻ സെന്റൻസിൽ വെർബിന്റെ പൊസിഷൻ വരുന്നത് സെക്കൻഡ് ആണ്, അതായത് സ്വൈറ്റീവ് പൊസിഷൻ. സോ നമ്മൾ എഴുതുമ്പോൾ സബ്ജക്റ്റ് അനുസരിച്ച് വെർബ് സെക്കൻഡ് പൊസിഷനിൽ കോൺജുഗേറ്റ് ചെയ്ത് എഴുതാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നെയ്ബൻ സെറ്റ്സ് വരുമ്പോൾ, അതായത് നമ്മുടെ കണക്റ്റോസ് ലൈക്ക് വൈൽ, ദസ്, വെൻ und als ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ വെർബ് അമൻജയിലേക്ക് പോകും. സോ അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഷ്രൈബൻ എക്സാം എഴുതുമ്പോൾ ഈ പറഞ്ഞ കണക്റ്റോസ് യൂസ് ചെയ്യുകയാണെങ്കിൽ വെർബ് അമൻജയിൽ കോൺജുഗേറ്റ് ചെയ്താനും വേണ്ടി ശ്രമിക്കാം. കൂടാതെ നമ്മുടെ നൗൺസ് എപ്പോഴും ക്യാപിറ്റൽ ആയിട്ട് എഴുതാനും വേണ്ടി ഓർക്കണം. റൈറ്റ് എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ് ആസ്ക്ഡ്. മിക്ക സ്റ്റുഡൻസും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ് ചോദിക്കുന്ന ചോദ്യത്തിന് ഇറലവൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എഴുതുന്നത്. ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജസ് ഒന്നുമില്ല. നമ്മുടെ ടൈം കൺസ്യൂം ചെയ്യുന്നു എന്നല്ലാതെ നമുക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടുമോ, അതുപോലെ തന്നെ നമ്മുടെ ആൻസേഴ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാനോ കഴിയുന്നില്ല. സോ ഈ ഒരു മിസ്റ്റേക്ക് നമ്മൾ ഷ്രൈബൻ എക്സാമിന് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം. അടുത്ത ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൈം ലിമിറ്റ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യുക. നമുക്കറിയാം ഷ്രൈബൻ എക്സാമിന് ടോട്ടൽ നമുക്ക് 1 hour 50 minutes ആണ് ഉള്ളത്. സോ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തൊട്ടിട്ട് ഈ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത് നമ്മുടെ ഷ്രൈബൻ്റെ സ്പീഡ് കൂട്ടുന്നതിനും നമുക്ക് എക്സാം സമയത്ത് ഫിയർ ഒഴിവാക്കുന്നതിനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ലാസ്റ്റത്തെ 2 minutes ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എഴുതിയ കാര്യങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കുന്നതിനും പിന്നെ നമ്മുടെ വെർബിൻ്റെ പൊസിഷൻ, കണക്റ്റോസ് എഴുതിയേക്കുന്നത്, പിന്നെ നോമൻസ് ക്യാപിറ്റലിലാണോ, ഇതൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പേപ്പേഴ്സ് എക്സാമിനേഴ്സിനെ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.